പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ 18 ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, ഇന്ന് കൃപാസന അൾത്താറെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും
എങ്ങനെ അതിജീവിക്കും എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പിന്നുണ്ടല്ലോ, ഞാനിപ്പോഴേ ഈ ദിവസങ്ങളിലേ നമ്മുടെ ചാവറ പിതാവില്ലേ, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, വിശുദ്ധ ചാവറയച്ചൻ, ചാവറച്ചന് പട്ടം കൊടുത്ത ഒരു പിതാവുണ്ട്. ഒരു ഇറ്റാലിയൻ കർമലൈറ്റ്സാണ്, മൗറിലിനൂസ് ടബിലിൻ്റെ പിതാവ്. 1827 മുതൽ 1831 വരെയാണ് അദ്ദേഹത്തിൻ്റെ വാരാപ്പുഴ വികാരിയാത്തിൽ അദ്ദേഹം ബിഷപ്പായിരുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരു മാസമായിട്ട് സബിലി പിതാവിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളും പഠനങ്ങളുമാണ്. എൻ്റെ മനസ്സ് പറയണു അങ്ങേരെ ട്രേസ് ഔട്ട് ചെയ്യണമെന്ന്. അപ്പോൾ എനിക്കൊരു ഫ്രണ്ടുണ്ട്, ഫാദർ ജെയിംസ് പുലിയൂരമ്പിൽ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. പാലായിലെ വലിയ അച്ഛനാണ്, സെമിനാരി പ്രൊഫസറാണ്. കോട്ടയം സെമിനാരി കുറേ വർഷങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം പാലാ സെമിനാരിൽ പോയി അദ്ദേഹമായിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ സ്റ്റബിലിൻ്റെ പിതാവിനെക്കുറിച്ച് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നതാണ് അച്ഛൻ. സ്റ്റബിലിൻ്റെ പിതാവിനെക്കുറിച്ചല്ല, അച്ഛൻ്റെ സബ്ജക്റ്റ് ഒരു കാലത്തുണ്ടായിരുന്ന ഡബിൾ റെയിമിനെ കുറിച്ചാണ്. സഭയിലുണ്ടായിരുന്ന 2 അധികാര സ്ഥാനങ്ങളുണ്ടായിരുന്നു, പാതിർവാദവും അതുപോലെ പ്രൊപ്പഗാന്തയും. അപ്പോൾ ഞാൻ അച്ഛനോട് സംസാരിച്ച്, അപ്പോൾ അന്ന് എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയതാണ് സബിലിന് പിതാവിൽ എന്തോ ഒരു കണ്ടൻറ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങൾ വായിച്ച് വന്നപ്പോൾ എനിക്ക് ഒരു സംഭവം കണ്ടെന്ന് വെച്ചാൽ, സ്റ്റബിലിന് പിതാവിൻ്റെ കാലത്താണ് കാറ്റക്കിസം ചേഞ്ച് ചെയ്യണത്. അന്ന് വരെ ഏകാധ്യാപകരാണ് സഭയിലുണ്ടായിരുന്നത്. സ്റ്റബിലിന് പിതാവ് അത് 2 അധ്യാപകരെ വെച്ച്, ആണുങ്ങൾക്കൊരു അധ്യാപകർ, സ്ത്രീകൾക്ക് വേറെ അധ്യാപകർ. അങ്ങനെ വെച്ചതിൻ്റെ വേറെ ചെയ്യുന്നത് വെച്ചാൽ സ്റ്റബിലിന് പിതാവ് വേറെ കാര്യം ചെയ്ത് സിലബസ് മൊത്തം ചേഞ്ച് ചെയ്തു. സിലബസ് ചേഞ്ച് ചെയ്ത് എന്താ അറിയാമോ? സിലബസ് ദൈവസ്നേഹം, ഒറ്റ സിലബസ് മാത്രം. ആ ഡോക്ട്രിന ക്രിസ്തവ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ ഡോക്ട്രിൻസ്, വിശ്വാസ പ്രമാണങ്ങൾ, അത് മുതിർന്ന പിള്ളേരിലേക്ക് വന്ന പുള്ളിക്കാരൻ ദൈവസ്നേഹം എന്ന സബ്ജക്റ്റ് പഠിച്ചാൽ മതി എന്ന് പറയും. ഡോക്ടറിനെ ക്രിസ്ത്യൻ നിങ്ങൾ ബേസിക് കാരിസം ആദ്യം പഠിച്ചിരുന്നു, ഇപ്പോൾ നിങ്ങൾ മുതിർന്നപ്പോഴിന് ലവ് ഓഫ് ഗോഡ് പഠിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ എന്നാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ എന്ത് ഡോക്ടറേറ്റ് എടുത്താലും, നമ്മൾ ഉപരി പഠനങ്ങൾ നടത്തിയാലും, ക്രിസ്ത്യാനിറ്റി ഇരിക്കുന്നത് എപ്പോഴും ഈ ലവ് ഓഫ് ഗോഡിലാണ് ഇരിക്കുന്നത്, ദൈവസ്നേഹത്തിൽ. ദൈവസ്നേഹം ഒരു വ്യക്തിയുടെ ഉള്ളിൽ തീക്ഷ്ണതരമാകാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ അന്വേഷിച്ചാൽ ഈ ലോകത്ത് നമുക്ക് ലഭിക്കാൻ പറ്റും. ഒരു വ്യക്തിക്ക് ദൈവസ്നേഹം കൂടിക്കഴിഞ്ഞാലേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, നിങ്ങൾ പത്രം കൊടുത്തോ, നിങ്ങൾ കുടമ്പടിയിൽ ഉപവിപ്രവർത്തനം ചെയ്തോ എന്നല്ല. അതൊക്കെ ചെയ്യുമ്പോൾ അതെല്ലാം ദൈവസ്നേഹത്തെ പ്രതി കാഴ്ചവെച്ചുകൊണ്ട് നിങ്ങൾ ദൈവസ്നേഹത്തിന് നിലവാരം കൂട്ടിയോ എന്നാണ് ചിന്തിക്കേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞെന്താ? സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു. ഒന്ന് വായിച്ചേ. 1 കൊറിന്തോസ് 13:7. 1 കൊറിന്തോസ് 13:7. സ്നേഹം സകലതും സഹിക്കുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു. നമുക്ക് ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഡാർവിൻ്റെ തിയറി എന്താണ്? സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നാണ്. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, അതായത് സർവൈവൽ എന്ന് പറഞ്ഞാൽ അതിജീവനം. ആരാണ്? അതായത് ശക്തൻ്റെ അതിജീവനമാണ്. അപ്പോൾ ഈ ശക്തനെന്നാ പറഞ്ഞാൽ ആരാണ്? ശരിക്കും പറഞ്ഞാൽ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നത് ശക്തിയാണ്. ആ ശക്തി ഏതാണ് ബൈബിൾ ഉദ്ദേശിക്കുന്നത്? ദൈവസ്നേഹമാണ്. അതറിയണമെങ്കിൽ ഇപ്പം നമ്മുടെ യാക്കോബില്ലേ, അതായത് യാക്കോബ് ആ ലേയായെ ഭയങ്കര ഇഷ്ടമായിരുന്നു. യാക്കോബിനല്ലേ, യാക്കോബിന് ലേയായെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ.
ലേയ അല്ല, റാഹേലിനെ. ലേയാലിനെ അയാൾ പറഞ്ഞ പൂച്ചക്കഞ്ഞിനെയാണ്. അത് അഭിഷേകമില്ലാതെ കൊണ്ടാണ് പൂച്ചക്കണ്ണി എന്നൊക്കെ പറയണതേ. റാഹേലിലേക്ക് അഭിഷേകം അല്ല, ലേയായിൽ അദ്ദേഹത്തിന് അഭിഷേകമില്ല. ചിലപ്പോൾ ആ പൂച്ചക്കണ്ണുകാർ വേറെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും, അവർക്ക് അഭിഷേകമുണ്ട്. അതാണ് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടാത്തവർ വേറെ ചില ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ദൈവം ഓരോരുത്തർക്ക് നിശ്ചയിച്ചേക്കണമുണ്ടല്ലേ. പക്ഷേ ഇയാൾ തെറ്റി വേറെ ഒരു സെൽഫ് ലവായിട്ട് റാഹേലിനെ ഇഷ്ടപ്പെട്ടപ്പോൾ കുറേ ലാബാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ചേർത്ത് നിർത്തി അനിയത്തേക്ക് എടുക്കുന്ന പരിപാടിയൊന്നുമില്ല, നീ വേറെ ജോലി ചെയ്യും, അപ്പം നിനക്ക് വേണമെങ്കിൽ റാഹേലിനെ കല്യാണം കഴിപ്പിച്ച് തരാം. പക്ഷേ എന്നിട്ട് ഇപ്പം പിന്നെ കഷ്ടപ്പെട്ട് എല്ലൊടിഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങി. രാത്രി പോലെ ഉറക്കം നിന്ന് ഓവർടേക്കായിട്ട് ജോലി ചെയ്യാൻ. അവസാനം എന്താ പറയുന്നറിയാം? എന്താ പറഞ്ഞതൊക്കെ? 29:20 ഉൽപ്പത്തി 29:20 എടുത്തേ. അങ്ങനെ റാഹേലിന് വേണ്ടി യാക്കോബ് 7 കൊല്ലം പണിയെടുത്തു. 7 കൊല്ലം എല്ല് പണിയെടുത്തു. അവളോടുള്ള സ്നേഹം മൂലം കാരണം ആ വർഷങ്ങൾ ഏതാനും നാളുകളായേ അവന് തോന്നിയുള്ളൂ. അവന് സ്നേഹം കൂടിയപ്പ അത് ലവ് ലെവൽ വർദ്ധിക്കണം. ശബരിയിൽ പിതാവ് പറഞ്ഞ കറക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ലോകത്തെ കീഴടക്കാനും പൗലോസ് പറഞ്ഞ പോലെ എല്ലാത്തിനും അതിജീവിക്കാനും നമ്മൾ ചെയ്യുന്ന ഉടമ്പടിയിലൂടെ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഉടമ്പടിയിലൂടെ ചെയ്യുന്ന ഉപവിപ്രവർത്തനങ്ങൾ ദൈവസ്നേഹത്തിന് അടിസ്ഥാനപ്പെടുത്തി ചെയ്തിട്ട് വരുമ്പോൾ, ദൈവസ്നേഹം നമ്മൾ വർദ്ധിച്ചു വരുമ്പോൾ നമുക്കിതിനെല്ലാത്തിനും ജീവിതത്തെ അതിജീവിക്കാൻ കഴിയും. അതാണ് ഈ സർവ്വലോക ഫിറ്റ്നസ് എന്ന് പറയുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും